أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സൂറത്തു നബയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നബയിലെ 21-ാമത്തെ ആയത്ത് മുതൽ 26 വരെയാണ് നമ്മൾ പഠിച്ചത്. അതൊന്ന് ഓർമ്മിപ്പിക്കാം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. നരകം എന്ന് പറയുന്നത് അതൊരു പതിസ്ഥലമാണ്, കെണിയിലാണുള്ളത്. ഓടിച്ചാടി മതിമറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗം ഏതോ ഒരു വേട്ടക്കാരൻ വെച്ച കെണിയിൽ വീഴുന്നത് പോലെ വീഴാൻ പറ്റിയ ഒരു കുഴിസ്ഥലമാണത്. കാത്തുകൊള്ളുക എന്ന അക്രമികളുടെ മടക്ക സ്ഥാനമല്ലേ അത്. നരകം പതിയിരിക്കുന്നു എന്ന് സാധാരണ ഒരാള് കേൾക്കുമ്പോ മനസ്സില് വല്ലാത്ത പെടച്ചിലുണ്ടാവും, ഒരു വിഷമമുണ്ടാകും. ആ വിഷമമുണ്ടായെങ്കിൽ മാറ്റുന്ന ആശ്വാസവചനമാണ് തൊട്ടു പിറകെ വരുന്നത്. നിങ്ങൾ എന്തിനാ കൂട്ടരെ പേടിക്കുന്നത്? നിങ്ങൾ അതിൽ കെണിയിൽ പെടുത്തിയിട്ടില്ലല്ലോ, നിങ്ങൾ ആ കെണിയിൽ വീഴൂല. മറിച്ച് അതിക്രമം ചെയ്ത മനുഷ്യർക്കുള്ള മടക്ക സ്ഥാനമാണത്. അതെ, അതില് പിന്നീട് അവന് യുഗങ്ങളായി ഒരാൾക്ക് താമസിക്കണം. മരിക്കാത്ത, ഒരിക്കലും മരണം സാധിക്കാത്ത ഒരു ലോകമാണത്. അവിടെ എത്തപ്പെട്ടാൽ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. അവിടെ എത്തപ്പെട്ടാൽ തണുപ്പെന്ന് പറയുന്ന അവസ്ഥ അവിടെ ഇല്ല. വലാ ശരാബൻ, കുടിക്കാൻ ഒരു പാനീയവുമില്ല. എന്നാലുണ്ട് ഇല്ലാ ഹമീമൻ വഅസ്സാഖാ. നരകത്തിൽ തിളപ്പിച്ചെടുത്ത ഒരു വെള്ളവും പിന്നെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന മുറിവിന്റെ നീരും നിനക്കൊരുക്കിയിട്ടുണ്ട്. ജസാഅൻ വിഫാഖാ, a suitable punishment, a suitable reward. ഇതിനേക്കാൾ നല്ല യോജിച്ച വേറെന്താണുള്ളത്? ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. മനുഷ്യനെ നരകത്തിൽ തിളപ്പിച്ചെടുത്ത വെള്ളം വാവൊളിച്ച് കുടിപ്പിക്കുന്ന, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഏറ്റവും മലിനമെന്നും അസഹനീയമെന്നും നമ്മൾ കരുതിയ മനുഷ്യ ശരീരത്തിൽ നിന്ന് മുറിവുണ്ടായി അതിൽ നിന്ന് ഒഴുകിയൊലിക്കുന്ന പസ് അല്ലെങ്കിൽ ചീഞ്ചലം, അത് തൊടാൻ നമുക്ക് കഴിയുമോ? അത്തരം പാനീയം നരകവാസികൾക്ക് അല്ലാഹു ഒരു ഡ്രിങ്കായി ഒരുക്കിയിട്ടുണ്ട്. കുടിക്കാതിരിക്കാൻ പറ്റൂല, കുടിപ്പിക്കും. വല്ലാത്തൊരു വർത്താനാണത്. പടച്ചവനെ, എന്താണ് അവസ്ഥ? എന്നിട്ട് പറയാം, ഇങ്ങനെയൊക്കെയല്ലേ വരൂ, ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ. കാരണം ചില മനുഷ്യരുണ്ട്
ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. ഇതാണ് പ്രശ്നം. അവൻ ചെയ്ത തെറ്റ് പറയാ, ഇത്രയും ഭയാനകമായ നരകശിക്ഷയ്ക്ക് അർഹനാവാൻ അവൻ ചെയ്തു വെച്ച പാപങ്ങൾ പറയുകയാ. നമ്മൾ സൂക്ഷിക്കാൻ, ഈ ഗതി നമുക്ക് വരാണ്ടിരിക്കാൻ, ഈ ഗതികേടില് വീഴാതിരിക്കാൻ അള്ളാഹു നമ്മോട് പറയാ, അവർ ചെയ്ത തെറ്റെന്താ? അവർ ചെയ്ത തെറ്റ് ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. രണ്ട് തെറ്റ് പറയാ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് തെറ്റ്. ഈ ഒരു നരകശിക്ഷക്ക് കാരണക്കാരനാക്കുന്നത് എന്ത് എന്ന് പറയാ. അതിലൊന്നാമത്തതാണ് ഹിസാബിനെ അവർ പ്രതീക്ഷിച്ചില്ല, അവർ ഓർത്തില്ല എന്നാണ്. അതെ, അപ്പോ ഈ ആയത്തിലൂടെ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 27 മുതൽ അങ്ങോട്ടുള്ള 30 വരെയുള്ള ആയത്തുകളാണ്. പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. 27ാമത്തെ ആയത്തിലൂടെ മനുഷ്യനെ അല്ലാഹു റിമൈൻഡ് ചെയ്യുന്നത് ദ ഡേഞ്ചർ ഓഫ് ഫർഗെറ്റ്ഫുൾനെസ് ഓഫ് ഹിസാബ്. അല്ലാഹുവിന്റെ വിചാരണയെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഓർത്തില്ല എന്നതാണ്. അവൻ പ്രതീക്ഷിച്ചില്ല, അവന്റെ ചിന്തയിൽ അത് വന്നില്ല എന്നാ പറയുന്നത്. കാര്യം നിസാരാണോ? മരണാനന്തരം ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുവാനുള്ള കണക്ക് ചോദിക്കലിനെ കുറിച്ച് അവൻ പ്രതീക്ഷിക്കുന്നവനായിരുന്നില്ല, അവൻ ഓർക്കുന്നവനായിരുന്നില്ല എന്നാ പറയുന്നത്. ആരെക്കുറിച്ചല്ല, ഞാനും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളിൽ ഒരുപാട് പേർ ഹിസാബിനെ കുറിച്ച് ആലോചിക്കുന്നവരല്ല. ഹിസാബിനെ കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥത വന്നിട്ടില്ല. ഒരിക്കൽ പോലും തലവേദന വന്ന് നാം തളർന്നിരുന്നിട്ടില്ല. ഒരിക്കൽ പോലും തന്റെ ഹിസാബിനെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീർ നമ്മളാരും പൊഴിച്ചിട്ടില്ല. ഇത് തന്നെയാ റബ്ബ് പറയുന്നത്, ലാ യർജൂന ഹിസാബ. ഒരു പ്രതീക്ഷ വേണ്ടേ? അല്ലേ? മനുഷ്യ ജീവിതം തന്നെ പ്രതീക്ഷക്ക് പുറത്തല്ലേ പോകുന്നത്? മനുഷ്യ ജീവിതത്തിൽ പ്രതീക്ഷയുടെ സ്ഥാനം എത്രയെത്ര പഠനങ്ങളാണ് തെളിയിക്കപ്പെട്ടത്. പക്ഷേ മരണത്തിനപ്പുറമുള്ള ഒരു പ്രതീക്ഷ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉണ്ടായില്ല എന്നതാണ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് വരമ്പുണ്ട്, ഒരു ബോർഡറുണ്ട്. മരണം വരെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. മരണാനന്തരം പുലരുന്ന അനശ്വരമായ, ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തിലേക്ക് പ്രതീക്ഷ വെക്കുന്നവരല്ല നമ്മളാരും. അവിടെയാണ് മനുഷ്യൻ തോറ്റുപോയത്. ഈ നരകാഗ്നിയിൽ അല്ലാഹു ഒരുക്കിയിട്ടുള്ള ഈ അപകടം പിടിച്ച ഈ ദുരിതാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ റബ്ബ് മാർഗം പറയുകയാ. ഹിസാബിനെ കുറിച്ച് ഓർത്തോ എന്ന്. ഹിസാബിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കണം, നിങ്ങളെ അത് അസ്വസ്ഥതപ്പെടുത്തണം. ഇത് നമ്മൾ അല്പം പറയാതെ പോകാൻ പറ്റുമോ? ഹിസാബ് എന്ന് പറയുന്നത് കേട്ട് 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 അതിന്റെ ഗൗരവം പോലും മനസ്സിൽ വരാത്തിടത്തോളം അതിന്റെ അർത്ഥത്തിന് മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഹിസാബ് എന്ന് കേട്ടാലൊന്നും നമ്മളെ അത് അലട്ടുകയില്ല, അല്ലേ? അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ സത്ത തന്നെ, the whole essence of human life is forgetfulness. മനുഷ്യ ജീവിതത്തിന്റെ ആകത്തുക തന്നെ മറവിയ. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന അറബി വാക്ക് നസിയ, മറന്നവൻ, മറന്നു എന്ന അർത്ഥം വരുന്ന, മറക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഇൻസാൻ എന്ന് വിളിച്ചത്. ദ ഫോർഗെറ്റ്ഫുൾ.
അങ്ങനെയല്ലേ അതിനേക്കാൾ സുന്ദരമായി നമ്മ വിളിക്കാൻ വേറെ പേരെന്തുണ്ട്? നമ്മൾ മറന്നിട്ടില്ലേ? നമ്മൾ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. അപ്പോ മനുഷ്യ ജീവിതത്തിന്റെ ആകത്തുക തന്നെ മറവിയാ. ഈ മറവിയുടെ ഫലം നീ അറിയുമെന്നാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. ഹിസാബിനെ നീ മറക്കരുത്, പ്രതീക്ഷിക്കാതിരിക്കരുത്. നമ്മൾ അക്കൗണ്ടബിൾ ആണ്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഭൂമിയിലെ എല്ലാത്തിനും നമ്മൾ മറുപടി പറയണം. ഇതാണ് ഹിസാബ്, അല്ലേ? മറുപടി ഇങ്ങനെ പറയണം. അപ്പൊ എന്താ പറഞ്ഞത്? അല്ല, ഹിസാബിനെങ്ങാനും മനുഷ്യരെ വിളിച്ചാൽ ഇന്നാലിന്ന മാതാവിന്റെയും പിതാവിന്റെയും മകൻ ഇങ്ങ് കയറിവാട എന്ന് പേര് വിളിക്കപ്പെട്ടാൽ രക്ഷപ്പെട്ടു പോവുക സാധിക്കുകയില്ല, ഉറപ്പാ. എങ്ങനെയാണ് ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിക്കുന്നത്? ടാലി ആയിട്ടില്ലല്ലോ, അക്കൗണ്ട് ടാലി ആയിട്ടില്ല. എങ്ങനെയാവും? അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങളും തിരിച്ചു കൊടുക്കാതെ പോയ ഉത്തരവാദിത്വങ്ങൾ ഇങ്ങനെയാണ് ടാലിയാകുന്നത്, അല്ലേ? അവിടെയാണ് നമ്മൾ പേടിക്കുന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ചെറിയ ഇണയായ ആയിഷയോട് ഏറ്റവും കൂടുതൽ ഉപദേശിച്ച ഉപദേശം, ആയിഷ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ അല്ലാഹുവിനോട് പറയണം കേട്ടോ. ഓരോ മനുഷ്യനെയും അല്ലാഹു ഹിസാബിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ അവന് രക്ഷപ്പെട്ടു പോവുക സാധിക്കുകയില്ല. 1,24,000 വരുന്ന പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയായ എന്റെ ഇണയായി എന്ന നിന്റെ പേരിൽ പോലും ഒരു പരിഗണനയും നിനക്ക് കിട്ടൂലട്ടോ. നിനക്ക് വേണ്ടി ശുപാർശ പറയാൻ ഞാനുണ്ട്. കേൾക്കാമോ? ഇടക്കൊന്ന് കട്ടായി പോയി. കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ആയിഷയോടെ ഏറ്റവും ഉപദേശിച്ചത് അവസാനത്തെ പ്രവാചകന്റെ കൂടെ കിടപ്പറ പങ്കിട്ടത് കൊണ്ടും എന്റെ ജീവിതത്തിന്റെ സഖിയായതുകൊണ്ടും അതുകൊണ്ടൊന്നും ഹിസാബിൽ നിന്ന് രക്ഷപ്പെടുക സാധിക്കുകയില്ല ആയിഷ. അപ്പൊ ആയിഷ ചോദിക്കുന്നുണ്ട്, പടച്ചറബ് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം മനുഷ്യർക്ക് സാധിക്കുമോ? ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാണ് അങ്ങ് ഉപദേശിക്കുന്നത്. അങ്ങനെ മനുഷ്യർക്ക് സാധിക്കുമോ? അതെ, സാധിക്കുമെന്ന്. അപ്പോ ഹിസാബിനെ കുറിച്ച് ആലോചിക്കേണ്ടത് രണ്ടാമത്തെ വശമാണ്. അതിനു മുമ്പേ പ്രതീക്ഷിക്കേണ്ടത്, ഓർക്കേണ്ടത്, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നാണ്. അത് കഴിഞ്ഞാണല്ലോ വിചാരണയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ആ ഗ്രേഡ് എത്രയാണെന്ന് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പോലും പ്രയാസമാണ്. നൂറ്റാണ്ടുകളായി മഹ്ശറയാകുന്ന പരന്ന ഭൂമിയിൽ മനുഷ്യർ വിചാരണക്ക് വരാൻ വേണ്ടി പറയണമെന്ന് സമ്മേളനം വെച്ച് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ സുജൂദോടുകൂടെ വരാൻ വിചാരണക്കൊന്ന് ഇരിക്കുകയായി വരികയാ. അധികാസേന വലിച്ചു വെച്ചു, അല്ലേ? മാലാഖമാർ അവർ അണിയണിയായി നിൽക്കുകയായി. ഇതാ ലോകനാഥൻ വിചാരണക്ക് വേണ്ടി വരുന്നു, ഹിസാബിന് വേണ്ടി വരുന്നു, കണക്ക് ചോദിക്കാൻ വരുന്നു. അങ്ങനെ കണക്ക് ചോദിക്കാൻ വന്നിട്ട് അർശ് പറയുന്ന അധികാര കസേര, സീറ്റ് ഓഫ് സവറൻറ്റി, അധികാരത്തിന്റെ കസേരയിൽ
അള്ളാഹു ഇരുന്നിട്ട് ഒരു നോട്ടമുണ്ടത്രേ. ഇങ്ങനെ നോക്കിയിട്ട് ചില മനുഷ്യരെ ചൂണ്ടിയിട്ട് പറയുമത്രേ, നിങ്ങളിൽ എന്തിനാണ് കുട്ടരെ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വിചാരണയില്ല. നിങ്ങളോട് എനിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? പോയിക്കൊള്ളുക. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അതിന്റെ കാവൽക്കാരോട് തടയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയിക്കൊള്ളുക എന്ന്. എന്തൊരു റാങ്കിങ് ആണത്! എന്തൊരു ഉയർച്ചയാണത്! കൊതിയാവുന്നില്ലേ കുട്ടരെ നമുക്ക്? അള്ളാഹു കൊതിപ്പിക്കുകയാ അല്ലേ? ഒന്നുമല്ലെന്ന് വിചാരിച്ചിരുന്ന ഈ മനുഷ്യ ജന്മത്തെ ലോകത്തിന്റെ നാഥൻ അംഗീകരിച്ച് എന്നെ തിരിച്ചറിഞ്ഞ്, ഒന്നും നിന്നോട് എനിക്ക് ചോദിക്കാനില്ലടാ, അത്രമേൽ അടുത്തവനാണ് നീ എനിക്ക്, പൊയ്ക്കൊള്ളുക, ഇവിടെ നിന്ന് ഇനി പ്രയാസപ്പെടരുത് എന്ന് പറയുവോളം ഉയരത്തിൽ ഒരു ചെറിയ ആയുസ് കൊണ്ട് നമ്മൾ അത്ഭുതം തീർക്കുന്നത് എങ്ങനെ? അതൊന്ന് ആലോചിച്ചു നോക്കണം. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 4 കൂട്ടരാണ്. ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ആ കൂട്ടത്തിൽ വരരുത്. ഇന്നഹും ലാ യർജൂന ഹിസാബാ. ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അവർക്കൊട്ട് അറിഞ്ഞും കൂടാ എന്ന ഗണത്തിൽ വരാണ്ടിരിക്കാൻ ഇത് പഠിച്ചല്ലേ പറ്റൂ. ആരാണ് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനത്തിന് അർഹരായവർ? അത് 4 വിഭാഗമാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം those who died in the path of Allah. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തവർ. അള്ളാന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തവർ ശുഹദാക്കളാണ് ഒന്നാമത്തെ വിഭാഗം. സങ്കടപ്പെടേണ്ടതില്ല അല്ലേ? സങ്കടപ്പെടേണ്ടതില്ല. ഹിസാബിനെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടരുത്. കാരണം എന്താ? എനിക്ക് ഇതിന് സാധിക്കുകയില്ലല്ലോ, എനിക്കിത് സാധിക്കുമോ? ഒന്നാമത്തെ ഓപ്ഷൻ ഇൻവാലിഡ് ആണ്. നമുക്ക് പറ്റൂല. നമ്മൾ ജീവിക്കുന്ന കാലത്തുള്ള മനുഷ്യർക്ക് റബ്ബ് തന്നിട്ടില്ല അതിനൊരവസരം. ഒരുപക്ഷെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് പടച്ച തമ്പുരാൻ അങ്ങനെ തന്നിട്ടില്ല. ഹിസാബിനെ പേടിയാ എല്ലാവർക്കും. ആരാണ് പേടിക്കാത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേടിയിൽ നിന്നാണ് സ്വന്തം ഇണയോട് ഇങ്ങനെ പറയേണ്ടി വന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർ ജീവിതം കൊണ്ട് പാടുപെട്ടത് എങ്ങനെ എന്നറിയുമോ നിങ്ങൾക്ക്? ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ പരിചയമുള്ള ആളല്ലേ ഉമർ. ഉമറിന് എന്തുണ്ട് പേടിക്കാൻ? ജീവിച്ചിരിക്കുമ്പോ മുഖത്തു നോക്കി അല്ലാഹുവിന്റെ റസൂലിലൂടെ അറിയിക്കപ്പെട്ടവരാണവർ. നിനക്ക് സ്വർഗമുണ്ടെന്ന. സുബ്ഹാനക്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്താലും സ്വർഗത്തിൽ ഇടമുണ്ട്. മരണശേഷം സ്വർഗം കൊടുക്കാം എന്ന് അള്ളാഹ്ക്ക് മനസ്സിൽ വെച്ചാൽ മതി. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യരുടെ സന്തോഷം കാണാൻ അള്ളാഹു അറിയിക്കുകയായിരുന്നു, നിങ്ങൾ സ്വർഗമുണ്ടെന്ന് അമറേ അല്ലേ? അപ്പൊ പിന്നെ അവര് പേടിക്കേണ്ടതില്ലല്ലോ. പക്ഷേ അവർക്ക് പേടിയുണ്ടായിരുന്നു. പേടിയുണ്ടായിരുന്നത് ഹിസാബ് മാത്രമാണ്. മരണത്തെ അവർക്ക് പേടിയില്ല, പക്ഷേ ഹിസാബ് പേടിയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഹജ്ജ് കഴിഞ്ഞ് ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അൽ ഹാജ് അല്ല, ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഉമർ ഹാജി അല്ല, ഉമർ എന്നേ പറയുള്ളൂ. നമ്മളാണ് ഹാജിയും അൽ ഹാജും ഒക്കെ ഇട്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ സദസ്സിൽ വെച്ച് തിരുത്തും. ഹാജി എന്ന് പറയും. അത്രക്ക് ദുർബലരാണ് നമ്മൾ അല്ലേ? അങ്ങനെയാ. അതും കഴിഞ്ഞിട്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ചെയ്തവനാണെന്ന് പറയാൻ പേരിന് മുമ്പ് അൽഹാജ് വെച്ച് നടക്കുന്ന കഴുതകൾ അങ്ങനെ തന്നെ പറയണം. ഖുർആൻ മനുഷ്യനെ വിളിച്ച വാക്കുകളാണവ. അവ നമുക്ക് ഉപയോഗിക്കാം. മനുഷ്യൻ അല്ലാഹുവിനെ അവന്റെ ചില സ്വഭാവം കണ്ടിട്ട് ചില പേരുകൾ വിളിക്കുന്നുണ്ട്. ആ പേര് വിളിക്കുന്നത് പരസ്പരം നമുക്കും വിളിക്കാം. 8 കാലി എന്ന് വിളിക്കാം, പശു എന്ന് വിളിക്കാം, കാക്ക എന്ന് വിളിക്കാം. കാരണം ഇതൊക്കെ മനുഷ്യന്റെ ചില സ്വഭാവം കണ്ടിട്ട് അള്ളാഹു വിളിച്ച പേരുകളാണ് അല്ലേ? ആ ഉമർ ഹജ്ജ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥ.
മുകളിൽ സൂര്യനും താഴെ മരുഭൂമിയും ഒരുപോലെ മത്സരിക്കുന്നു. ആർക്കാണ് ചൂട് കൂടുതലെന്ന. അത്രയും കാലാവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മുഖത്ത് ധരിക്കാറുള്ള ഈ ഒരു മക്കന, ഒരു മൂടുപടം നിലത്തേക്കെറിഞ്ഞ് അതിനകത്തിരുന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കൂട്ടരെ. പേടിച്ചിട്ട ഇന്നഹും ലാ യർജൂന ഹിസാബാ, ഹിസാബിനെ പേടിയില്ലാത്ത പ്രതീക്ഷിക്കാത്ത കൂട്ടരിൽ പെടാതിരിക്കാൻ ഉമറിന്റെ പേടിയാണത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറിന്റെ പേടി. എന്താ പറയുന്നത്? പടച്ചവനെ, ഇത് കണ്ടോ, ഉമർ മനുഷ്യർക്കിടയിൽ വലിയവനാ, എല്ലാവർക്കും വലിയ പേടിയാ. എന്റെ ശരീരത്തിന്റെ ആരോഗ്യം ചോർന്നു തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമില്ലാത്ത ഉമറിനെ മനുഷ്യർ അംഗീകരിക്കില്ലട്ടോ. ആരോഗ്യമില്ലാത്ത ആയുസ് എനിക്ക് വേണ്ട. 2, എന്റെ ഓർമ്മ ശക്തി ചോർന്നു തുടങ്ങിയിട്ടുണ്ട്. ഉമറിന് ഭയങ്കര മെമ്മറി പവർ ആയിരുന്നു. ഒരിക്കൽ എവിടെ വെച്ച് കണ്ടാലും എങ്ങനെ, എവിടെ, എപ്പോ വെച്ച് കണ്ടുവെന്ന് ഉമർ കൃത്യമായി പറയുമായിരുന്നു. ഇപ്പതാ എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓർമ്മശക്തി ഇല്ലാത്ത ആയുസ് വെറുതെയാണ്. എനിക്ക് മരിക്കാൻ പേടില്ലട്ടോ, പക്ഷെ എനിക്ക് ഹിസാബ് പേടിയാ. മദീനയിലേക്ക് എത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നെ മരിപ്പിക്കുക എന്ന് പറയുന്നതിന് പകരം ഉമർ പറയുകയായിരുന്നു ഇതെല്ലാം. പക്ഷെ എനിക്ക് ഹിസാബ് പേടിയാ. ഹിസാബില്ലാത്ത ഒരു മരണം തന്നെ എന്നെ അനുഗ്രഹിക്കുമോ നീ? ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഉമറിന്റെ വെപ്രാളമാണ് അത്. ഹിസാബില്ലാത്ത സ്വർഗപ്രവേശനം തരണം. അത് തന്നു എന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് എണീക്കൂലട്ടോ. അവസാനം പൊടുന്നനെ ഒരു എഴുന്നേൽപ്പുണ്ട്. ഉമർ, നിനക്ക് ഹിസാബില്ലാത്ത സ്വർഗപ്രവേശനം തന്നു മോനെ എന്ന് തോളിൽ തട്ടി പറഞ്ഞതുപോലെ ഉമർ പൊടുന്നനെ എണീറ്റ് മദീനയിലേക്ക് ഒരോട്ടമുണ്ട്. ഓടിയതിന്റെ മർമ്മം പിന്നീടാണ് തിരിച്ചറിയുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലു എന്ന് പറയുന്ന ഒരു അവിശ്വാസി ശരീരം മുഴുവൻ കുത്തുകളേൽപ്പിച്ച് മരണത്തോട് മല്ലടിക്കോ മൂപ്പര് ചോദിക്കുകയായിരുന്നു, ആരാണ് എന്നോട് ഇത് ചെയ്തത്? അപ്പൊ ഇന്നാലിന്നവനാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ, അൽഹംദുലില്ലാ, പടച്ചവനെ, നീ ഉമറിന്റെ പ്രാർത്ഥന കേട്ടുവല്ലേ, ഇനി എനിക്ക് ഹിസാബില്ലല്ലോ, ഇനി എനിക്ക് ഹിസാബില്ലല്ലോ. ഈ അവസ്ഥ കണ്ടിട്ട് സന്തോഷം കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ആഗ്രഹിച്ചു കൊതിച്ചു വച്ചിരുന്ന കുറച്ച് സ്ഥലം, അരികെ കിടക്കാൻ കാത്തിരുന്ന ഒരു സ്ഥലം, ഉമർ റളിയല്ലാഹു അൻഹു മരണത്തോട് വെപ്രാളപ്പെട്ട് കിടക്കുമ്പോ ആളെ വിട്ട് ചോദിച്ചു, ആയിഷ, ഉമറിന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കിടക്കാൻ ആഗ്രഹമുണ്ട്, നീ അതെനിക്ക് സമ്മാനിക്കുമോ? ഉമറിന്റെ ഈ ചോദ്യത്തിന് മുന്നിൽ ആയിഷ സമ്മതിക്കുകയായിരുന്നു, ആഗ്രഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകനെ അസ്വസ്ഥതപ്പെടുത്തിയ ഹിസാബ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരെ അസ്വസ്ഥതപ്പെടുത്തിയ ഹിസാബ്, ഈ ദുർബലരായ എനിക്കും നിങ്ങൾക്കും കർമ്മങ്ങളിൽ ദുർബലരായ, പ്രവാചക സ്നേഹത്തിലും അല്ലാഹുവോടുള്ള അടുപ്പത്തിലും ദുർബലരും പാപ്പരത്വവുമുള്ള എനിക്കും നിങ്ങൾക്കും ഹിസാബ് പേടിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടരെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇത് മാറ്റിയേ പറ്റൂ. ഹിസാബ് ഇടക്കിടക്ക് ആലോചിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗപ്രവേശനം നമുക്ക് സാധിക്കുന്ന, ഹിസാബില്ലാതെ സാധിക്കുന്ന ഒന്നാമത്തെ വഴി നമുക്ക് അടഞ്ഞാ കിടക്കുന്നതാണ്. എല്ലാ സമൂഹത്തിനും എല്ലാ കാലത്തും എല്ലാ വഴിയും റബ്ബ് തുറന്നു കൊടുക്കൂല. ഇപ്പൊ നമുക്കതിന് പറ്റൂല. അപ്പോഴും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് സ്വർഗത്തില് ഹിസാബില്ലാതെ കടക്കണം, കടന്നുകൂടണം. അതിനാണ് ഈ പണി മുഴുവൻ.
അപ്പൊ രണ്ടാമത്തെ വഴിയിലൊന്ന് നോക്കിയേ. രണ്ടാമത്തെ വഴി ഏതാ? രണ്ടാമത്തെ വഴി those who race in goodness, നന്മയിൽ മത്സരയോട്ടം വെച്ചിട്ട് വിസിലടിച്ചപ്പോ, നന്മ ചെയ്യുവാനുള്ള വിസിലടി കെട്ടപ്പോ ഫിനിഷിംഗ് പോയിന്റിൽ അത്ഭുതകരമായ വേഗതയിലെത്തിയവർ. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, നന്മകളിൽ മത്സരിച്ച് മുന്നേറ്റം വെച്ചവൻ. എന്താണ് ഇതിപ്പോ പറഞ്ഞത്? ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പല തവണ ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പുതിയ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ നിങ്ങള് അത് പറയുമ്പോ ക്ഷമിച്ചിരിക്കണം. രണ്ടാമത്തത് those who race in goodness, നന്മയിൽ മത്സരയോട്ടം വെച്ചിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ അത്ഭുതകരമായ വേഗതയിലോടി എത്തിയവർ. അതെനിക്ക് പറ്റുമെന്നാ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പല പ്രസംഗങ്ങളിലും നമ്മൾ കേട്ട ഒരു കഥയുണ്ട്. ഏതാണത്? അതെ, വേശ്യയായ സ്ത്രീക്ക് സ്വർഗം കൊടുത്തൊരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തപ്പ അങ്ങനെ ചെയ്തത്? നമ്മുടെ കണക്കിൽ, നമ്മുടെ കണക്ക് കൂട്ടലിൽ അവൾ എങ്ങനെയാണ് അവൾ നല്ലവളാകുന്നത്? സ്വന്തം ശരീരത്തെ നല്ല കാലത്ത് മനുഷ്യർക്കവൾ വിറ്റവൾ. അവളുടെ ശരീരത്തിലെ അഴുക്കുകളെ കഴുകിക്കളയാൻ ഈ ഭൂമുഖത്തുള്ള മുഴുവൻ സോപ്പും വെള്ളവും ഉപയോഗിച്ചാൽ മതി വരുമോ? അങ്ങനെയല്ലേ നമ്മൾ ധരിക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്ക് സ്വർഗം കൊടുക്കാൻ അള്ളാഹു കണ്ട കാരണമുണ്ട്. ഒരു മത്സരയോട്ടം വെച്ചു, അവൾ ജയിച്ചു. എങ്ങനെയാ ജയിച്ചത്? ഇല്ലേ, ഒരിക്കൽ കൂടെ നിങ്ങൾ അത് കേൾക്കണം. നന്മയിൽ അവൾ മത്സരയോട്ടം വെച്ചത്. അവൾ യാത്ര പോവുകയായിരുന്നു. എന്തിനാണ് അവൾ യാത്ര പോകുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. അവളുടെ യാത്രയിലെ മുഖ്യ ലക്ഷ്യം ശരീരം വിൽപ്പന തന്നെ. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു വെള്ളമുള്ള കിണറ്റിന് ചുറ്റും ഒരു നാൽക്കാലി ഇങ്ങനെ കറങ്ങുന്നത് കാണുന്നതാണ്. ഇല്ല, റാൻഡം മൊമെന്റ്സ്. ആ കിണറ്റിന് ചുറ്റും അതിങ്ങനെ പരക്കം പായുകയാണ്. ആ കാഴ്ച അവൾ അസ്വസ്ഥപ്പെടുത്തി. അതെ, നന്മയുള്ള മനസ്സിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് കാഴ്ചകൾ അസ്വസ്ഥതയുണ്ടാക്കും എന്നത്. നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നില്ല. അവിടെയാണ് പ്രശ്നം. അള്ളാഹുവിന്റെ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഉറങ്ങാൻ ഇടമുണ്ടായിരിക്കെ ദുർബലരായ മനുഷ്യർക്ക് അത് കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോലീസുകാർ വന്നപ്പോ പെട്രോൾ ഒഴിച്ച് മരിച്ച അവസ്ഥ കൂട്ടരെ സഹിക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. അത്രമേൽ അസ്വസ്ഥതയാണ് നാട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാഴ്ചയൊന്നും, ആ കേൾവിയൊന്നും മനുഷ്യരെ അസ്വസ്ഥമാക്കുന്നില്ല. നമ്മൾ അസ്വസ്ഥമാക്കിയോ? നിങ്ങൾ പറയും. ഇല്ല. ഒരു നെടുവീർപ്പിൽ നമ്മൾ ആ സാധനം ഒതുക്കില്ലേ? എന്നിട്ടോ അതെ, ഈ പെണ്ണിന്റെ നന്മയാണത്. ആ കാഴ്ച എന്നെ അസ്വസ്ഥമാക്കി. അസ്വസ്ഥമാക്കിയപ്പോ എന്ത് ചെയ്യണം? രണ്ട്, ഈ കാഴ്ചകൾ അസ്വസ്ഥമാക്കിയപ്പോ അസ്വസ്ഥത മനസ്സിൽ വെച്ചിട്ട് ശ്വാസം വിട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നന്മ ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട്. ക്യാച്ച് ദ ഓപ്പർച്യൂണിറ്റി ടു ഡു ദ ഗുഡ്നസ്. നന്മ ചെയ്യാനുള്ള ഒരു അവസരം അവൾ പാഴാക്കിയില്ല. എനിക്ക് അത്ഭുതകരമായ ഒരു അവസരം വന്നു ചേർന്നിട്ടുണ്ട്. ഇതിനെങ്ങനെയെങ്കിലും വെള്ളം കൊടുക്കണം. പക്ഷെ അവൾക്കത് പറ്റുന്നില്ല. എന്താ പറ്റാത്തത്? വെള്ളം കുറെ അടിയിലാണ്. അതെടുത്ത് ഈ ഡോഗിന് കൊടുക്കുക എന്നത് ശ്രമകരമായ പണിയാണ്. ഇതിനൊക്കെ ഞാൻ എന്തിനു നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് പോകാമായിരുന്നു. ഇല്ല, പോകുന്നില്ല. അവൾ റിസോഴ്സസ്, ആ നന്മ ചെയ്യുവാൻ അവൾ റിസോഴ്സുകൾ അവൾ തേടി. എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ വേറെ ആൾക്കാരടുത്ത് ഉണ്ടാവും. അവിടെ പോയി ആ സംഗതി ശരിയാക്കണം. അങ്ങനെ അവൾ റിസോഴ്സ് തേടിയപ്പോ മാർഗം തേടുകയായിരുന്നു. അത് പറ്റൂല, അത് കഴിയൂല എന്ന് പറയാനും കൺക്ലൂഡ് ചെയ്യാനും ഏത് മണ്ടനും പറ്റും. പക്ഷേ നന്മയുള്ള മനസ്സ് റിസോഴ്സുകൾ തേടിയപ്പോഴാണ് ഒന്നും കിട്ടാത്തപ്പോ അവൾ ചെയ്തത്
എന്താ ചെയ്തതെന്നറിയുമോ? ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു യാത്രക്കാരി പെണ്ണിന് ജീവശ്വാസം പോലെ വലുതാണ്. മണലിൽ കാല് വെക്കുമ്പോ കാല് വേവാതിരിക്കാൻ ഒരു ഷൂസും, തീയെപ്പോലെ അടിക്കുന്ന ഈ കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ തൊലി കരിയാതിരിക്കാൻ ഒരു മൂടുപടവും ഒരു വസ്ത്രവും ഒരു പെണ്ണിന് ജീവശ്വാസം പോലെ വലുതാ. പക്ഷെ ആ വസ്ത്രം അവൾ വേണ്ടെന്ന് വെച്ചു. വസ്ത്രം എടുത്തിട്ട് അവൾ കീറിയിട്ട് ആ ഷൂസിൽ കെട്ടി താഴെ ഇറക്കുകയാണ്. അപ്പൊ എന്താ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത്? എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ടു ഡു എ ഗുഡ്നെസ്. ഞാനുള്ള ഒരു പെണ്ണിന്റെ അസാധാരണ ശ്രമം. മത്സരിക്കുകയാണ് അവൾ. ഇനി നമ്മൾ ആരും ആലോചിച്ച് നോക്ക്, ഒരു ഓർഡിനറി എഫേർട്ട് നമ്മൾ എടുക്കുമോ ഒരു നന്മ ചെയ്യാൻ? ഇല്ല. ഓർഡിനറി എഫർട്ട് പോലും നമ്മൾ എടുക്കൂല. ആ എഫർട്ട് എടുത്തപ്പോ അവൾക്ക് നഷ്ടപ്പെട്ടത് സാക്രിഫൈസ് ദ ബെസ്റ്റ്. അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവൾക്ക് ഏറ്റവും വേണ്ട സാധനം അവൾ വേണ്ടെന്ന് വെച്ചത് ഒരു നന്മ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ആ ചരിത്രത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ മലക്കുകളോട് അവൾക്ക് സ്വർഗം പണിയാൻ അള്ളാഹു കൽപ്പിക്കുന്നതാണ്. അതെ, ഇത്തരം നന്മയുള്ള പെണ്ണിനോട് റബ്ബ് എന്ത് ചോദിക്കാൻ? എന്തിനാണ് കണക്ക് ചോദിക്കേണ്ടി വരുന്നത്? അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ നമുക്ക് പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണം പറ്റൂല എന്നാണ്. പറ്റൂല എന്നാ പറയാൻ പറ്റുക. എന്താ കാര്യം എന്നറിയുമോ? എന്റേതല്ലാത്ത മറ്റൊരാൾക്ക് ഒരു മിനിറ്റ് കൊടുക്കാത്ത ഞാനും നിങ്ങളും, എന്റേതല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി 5 മിനിറ്റ് ചെലവഴിക്കാൻ മനസ്സില്ലാത്തവരാണ് ആധുനിക മനുഷ്യൻ. എന്റേതല്ലാത്ത മറ്റൊരാൾക്ക് എന്റെ ആരോഗ്യത്തിൽ നിന്ന് ഒരു ഷെയർ കൊടുക്കാൻ മടിക്കുന്നവർ അല്ലേ? ഞാനും എന്റെ വീടും എന്റെ ചുറ്റുമതിലും എന്റെ കെട്ടിയോളും കുട്ടികളും അതിലെ സൗകര്യവും മാത്രം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥനായ മനുഷ്യനെ രണ്ടാമത്തെ വഴിയും അടഞ്ഞാണ് കിടക്കുന്നത്. ഒരു നന്മയും നമ്മളാരും ചെയ്യൂല, അല്ലേ? ഒരു നന്മയും ചെയ്യൂല. വർത്താനൊക്കെ പറയും, പക്ഷേ ഒരു സാക്രിഫൈസ് ഉള്ള അത്ഭുതകരമായ ഒരു ശ്രമം, എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട്, ഒരു നന്മ ചെയ്യാൻ നമ്മൾ ആരും എടുക്കുകയില്ല. അതിനുള്ള മൈൻഡ് സെറ്റിലല്ല നമ്മളുള്ളത്. അതിനുള്ള മൈൻഡ് സെറ്റ് നമ്മളില്ല. എനിക്ക് യാതൊരു നഷ്ടവും വരാത്ത, ഞാനത് ചെയ്താൽ എനിക്കൊരു നഷ്ടവും വരാത്ത കുഞ്ഞു കുഞ്ഞു നന്മകൾ പോലും നമ്മളാരും ചെയ്യുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കത് ചെയ്യാൻ പറ്റൂല. നമ്മൾ അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ ആധുനിക മനുഷ്യന് രണ്ടാമത്തെ വഴിയും അടഞ്ഞാ കിടക്കുന്നത്. അതും നടക്കൂല. എന്നാലും എനിക്ക് ഹിസാബിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ജസാഅൻ വിഫാഖ വഇന്നഹും ലാ യർജൂന ഹിസാബ. അവന് ഞാൻ സൂട്ടബിൾ ആയ പണിഷ്മെന്റ് കൊടുക്കും. കാരണം അവൻ ഹിസാബിനെ കുറിച്ച് കോൺഷ്യസ് ആയിരുന്നില്ല എന്ന കൂട്ടത്തിൽ നമ്മൾ പെടാൻ പറ്റൂല. അപ്പൊ മൂന്നാമത്തെ വഴി തേടണം. മൂന്നാമത്തെ വഴി ഏതാ? Those who forgive exceptionally to the people. മനുഷ്യരോട് അത്ഭുതകരമായി ക്ഷമിക്കുന്നവർ, അവർക്ക് ഹിസാബില്ല, അല്ലേ? മനുഷ്യരോട് അത്ഭുതകരമായി ക്ഷമിക്കുന്നവർ. എങ്ങനെയാ അത്? ക്ഷമിച്ചാൽ എങ്ങനെയാ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കിടക്കുക? ഇപ്പോഴും നിങ്ങൾ കേട്ടിട്ട് ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ശത്രുക്കൾക്ക് അദ്ദേഹത്തോട് പക തോന്നി. അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ അത് അസാധ്യമായിരുന്നു. കാരണം ഉമർ അബ്ദുൽ അസീസിന്റെ പട്ടാളവും സൈന്യവും ഒക്കെ അത്രമേൽ ശക്തിയുള്ളതായിരുന്നു. പക്ഷേ ശത്രുക്കൾ പിന്നീട് ചെയ്തത് ഒരു ചതിയിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ കുക്കായിരുന്ന ഒരു മനുഷ്യനെ ചാക്കിലിട്ട് പിടിച്ച് വലിയ സമ്മാനം വാഗ്ദാനം ചെയ്തിട്ട് ഖലീഫക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ മാരകമായ വിഷം കലർത്തി, ചേരുവകളിൽ കലർത്തി അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം അത് ഏറ്റെടുത്തു.
ഏറ്റെടുത്തിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി, നല്ല ചേരുവകൾ ചേർത്ത് അതിൽ വിഷം കലർത്തി ഖലീഫക്ക് നൽകുകയായിരുന്നു. കഴിച്ച ഉടനെ ശരീരത്തിൽ അസ്വസ്ഥത വന്ന് വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തവും പതയും വന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിക്കുകയായിരുന്നു, അല്ല എന്റെ പ്രിയപ്പെട്ടവനെ എന്നാ വിളിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഈ ചതി നീ ചെയ്യാതെ, നീ അറിയാതെ നടക്കുകയില്ല. നീ സത്യം പറയണം. ആരാണ് ഈ കൊല ചെയ്തത്? ആരാണ് ഈ ചതി ചെയ്തത്? ഈ സന്തോഷത്തിലുള്ള, ഈ സ്നേഹത്താലുള്ള വർത്തമാനം കേട്ടപ്പോ ഒരുപാട് കാലം ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തും ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും ബാക്കി കഴിച്ചും അദ്ദേഹത്തിന്റെ പാത്രം കഴിയും ഒക്കെ ജീവിതം ചെലവഴിച്ച ഈ മനുഷ്യന്റെ കാരുണ്യം ഒഴുകുകയും അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്റെ അവസ്ഥ നിങ്ങൾ അറിയണം. ദരിദ്രനായ ഞാൻ എന്റെ ജീവിതത്തിൽ 10 ജന്മം എടുത്താലും സാധിക്കാത്ത ഒരു തുക തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റുപോയി ഖലീഫ, അങ്ങനോട് പൊറുക്കണം എന്ന് പറഞ്ഞപ്പോ മരണത്തിന് തൊട്ടു മുമ്പ് ചെവിയിൽ അദ്ദേഹത്തോട് പറഞ്ഞത്, നീയാണ് ഈ ചതി ചെയ്തതെന്ന് ഇസ്ലാമിന്റെ പട്ടാളക്കാരറിഞ്ഞാൽ നിന്നെ കഷ്ണം കഷ്ണമാക്കും. നിനക്കൊരു പനിയുണ്ടായി എന്നറിയുമ്പോ, എന്റെ പാചകക്കാരനായ നിനക്കൊരു ചെറിയ വേദന വന്നു എന്നറിയുമ്പോ ഉറക്കം വരാതെ ഉറക്കമൊഴിച്ചിരിക്കുന്നവനാണ് ഞാൻ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടാം. നീ രക്ഷപ്പെട്ടുകൊള്ളുക, നീ ആ പണവുമായി ജീവിച്ചു കൊള്ളുക. പിന്നെ പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറയും അവന് മാപ്പ് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ റബ്ബിനോട് പറയാം നിനക്ക് മാപ്പാക്കാൻ, സുഖമായി ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന ഒരു ഖലീഫയുടെ മനസ്സിന്റെ വിശാലത ഒന്നാലോചിച്ചു നോക്കണം. ഇത്രയും വിശാലത ഉള്ള ഒരു മനുഷ്യനെ അള്ളാഹു പിടിച്ചിട്ട് ജീവിതത്തിന്റെ ചില കൊച്ചു കൊച്ചു കർമ്മങ്ങൾക്ക് വിചാരണ ചോദിക്കുന്നത് നീതിയാണോ കുട്ടരെ? ഈ മനുഷ്യനോട് അള്ളാഹു പറയണ്ടേ, നിനക്ക് വിചാരണയില്ല ഉമർ, പൊയ്ക്കൊള്ളുക എന്ന്. ഇങ്ങനെ നമ്മളോടും പറയും. പക്ഷേ പറയണമെങ്കിൽ അത്ഭുതകരമായി ക്ഷമിക്കണം. ഇരിക്കുങ്ങൾക്കും അതിന് കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരുമ്മയുടെ ഗർഭപാത്രം പങ്കുവെച്ച സഹോദരങ്ങൾ തമ്മിൽ ദേഷ്യം വന്നപ്പോ എന്തോ ഒരു വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ആയുഷ്കാലം മുഴുവൻ മരിക്കുന്നത് വരെ പിണങ്ങി നടക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. എന്നെ വഴക്ക് പറയുവാനും എന്നെ ഉപദേശിക്കുവാനും ഒക്കെ അർഹതയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന സമൂഹമല്ലേ ഞാനും നിങ്ങളും. അപ്പൊ അറിഞ്ഞുകൊള്ളുക, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മൂന്നാമത്തതും ആധുനികതയിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യനായ എനിക്കും നിങ്ങൾക്കും നടക്കാത്ത സാധനമാണ്, ഇമ്പോസിബിൾ ആണ്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഫൊർഗിവ്നെസ്. നിങ്ങൾ പറയും എന്റെ ജീവിതം പങ്കിടുന്ന എന്റെ ഇണയെക്കാണ് എന്റെ ഫൊർഗിവ്നെസിന്റെ ആദ്യത്തെ ഷെയർ കിട്ടേണ്ടത്. നമ്മുടെ നിലപാട് എങ്ങനെയെന്ന് നമ്മൾ നോക്കൂ. നമ്മുടെ സത്തായ നമ്മൾ വളർത്തിയെടുത്ത മക്കളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ എന്തൊക്കെയാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നമുക്ക് എങ്ങനെ സാധിക്കും? അതിനും ഒരു ഇമ്പോസിബിലിറ്റി നിൽക്കുന്നു. അവസാനത്തെ ഒരു പ്രതീക്ഷ നമുക്കുള്ളത് നാലാമത്തെ വിഭാഗമാണ്. Those who do the possible endeavors for the sake of Allah. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു തന്ന അറിവും കഴിവും യോഗ്യതയും കുറച്ചൊക്കെ ചെലവഴിക്കുന്ന, കഴിയുന്ന പരമാവധി അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവർ അല്ലേ? അങ്ങനെയാ ജിഹാദ് ചെയ്യുന്ന അൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിന പരിശ്രമം ചെയ്യുന്നവർ. അത് നമുക്കാകാൻ പറ്റുമോ നോക്കി? അത് നമുക്കാകാൻ പറ്റും. 24 മണിക്കൂർ ഇതിന്റെ പുറകെ പോടൊന്നും നമ്മൾ പറയില്ല. പക്ഷേ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. ഞാനും ഒറ്റക്ക് നിന്നാൽ ഒരു സംഗതി നടക്കൂല. ഒറ്റക്കൊറ്റക്ക് ജീവിച്ചാൽ മനുഷ്യന് നന്മ ചെയ്യാൻ കൂടുതലൊന്നും പറ്റൂല.
നിർബന്ധ ബാധ്യതകൾ ചെയ്തു വെക്കാൻ പറ്റും, ഫറായിലുകൾ. പക്ഷേ നന്മ ചെയ്യാൻ നിൽക്കും പറ്റില്ല. പക്ഷെ നമ്മളൊരു കൂട്ടമാവണം. ഒരു കൂട്ടമായി ഒന്ന് നിന്ന് നോക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ അത്ഭുതകരമായ ഒരു സംഘമാണ് നമ്മോടൊപ്പം ഉള്ളത് അല്ലെ. അത്ഭുതകരമായ കഴിവും യോഗ്യതയും അറിവും സാമ്പത്തിക ശേഷിയും പല തലങ്ങളിലുള്ള ഒരുപാട് ഒരു സമൂഹമാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ അത്ഭുതങ്ങൾ നടക്കൂലേ? അത്ഭുതം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിന പരിശ്രമം ചെയ്യുന്നവർ, ഇതിലാണ് നമുക്കാകെ കൂട്ടരെ പ്രതീക്ഷയുള്ളത്. അല്ല നമ്മളെ നോക്കി പറയണം, ജീവിതത്തിന്റെ ആയുസിന്റെ വലിയൊരു ഭാഗം സ്വന്തം കാര്യത്തെക്കുറിച്ച് ആലോചിക്കാതെ ചുറ്റും നടക്കുന്നവർക്കും ഈ അവസ്ഥകളിലും വ്യവസ്ഥകളിലും മനുഷ്യരുടെ കാര്യത്തിലുമൊക്കെ വിഷമിച്ച് അവരുടെ കാര്യം നോക്കിയും അവരുടെ കാര്യം നടപ്പിലാക്കിയും ഒക്കെ രാവും പകലും മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു റബ്ബേ ഞാൻ. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഇടക്കും ഒക്കെ പറ്റിയ തെറ്റുകളുടെ പേരിൽ എന്നെ പിടിച്ചു നിർത്തി വിഷമിപ്പിക്കരുത് കേട്ടോ. എന്നോട് നിനക്ക് എന്താ ചോദിക്കാൻ? എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഞാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. നിന്റെ മാർഗത്തിലാണ് ഞാൻ ചലിച്ചത്. ഞാൻ പോയിക്കോട്ടെ അവരുടെ കൂടെ, ഞാനും കൂടിക്കോട്ടെ അവരുടെ കൂടെ എന്ന് റബ്ബിന്റെ മുന്നിൽ തലയുയർത്തി ചോദിക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കട്ടെ. അപ്പോ നാലാമത്തെ മാർഗത്തിൽ നമുക്ക് ഓപ്ഷനുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും നമ്മൾ ആരും പറയരുത് അല്ലേ. അപ്പൊ ഇതിലേത് ഈ നാലാമത്തെ ഗ്രൂപ്പിൽ ചേരാൻ, മനസ്സിന് ഹിദായത്ത് തരാൻ അല്ലാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുമ്പോ ഒരുപാട് കാര്യത്തെ കുറിച്ച് കണക്ക് ചോദിക്കൂലോ. അപ്പൊ കണക്ക് ചോദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നമ്മൾ പറയാം. ഇന്നഹും ലാ യർജൂന ഹിസാബാ, ഹിസാബിനെ കുറിച്ച് അവർ വിചാരിച്ചിട്ടേ ഇല്ല, അവരുടെ ചിന്തയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്ന് പറയരുതല്ലോ, ആ കൂട്ടത്തിൽ പെടരുതല്ലോ അല്ലെ. അക്കൗണ്ടബിലിറ്റി ഉള്ള ചോദ്യം ചോദിക്കുമല്ലോ. ഒരുപാട് കോടതിയിൽ നമ്മൾ അള്ളാന്റെ മുന്നിൽ കയറിയിറങ്ങി അനുകൂല വിധി സമ്പാദിച്ച് അവസാനം ഫൈനൽ ജഡ്ജ്മെന്റ് കിട്ടണം, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് ഓർഡർ അടിച്ചു കിട്ടണം. ഓരോ കോടതിയിലും നമ്മൾ കയറണം അല്ലേ. അങ്ങനെ കയറേണ്ടി വരുമ്പോ 3 കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നാം പറയുന്നത്. 1, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സാധനം, ഭൂമിയിലേക്ക് മനുഷ്യനായ ഞാനും നിങ്ങളും പിറന്നു വന്നപ്പോൾ ആദ്യം അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹം വെള്ളമാണ്. ആ വെള്ളത്തിന്റെ കാര്യത്തിൽ നിന്നാണ് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളിൽ വിചാരണ ആരംഭിക്കുക. ഉറപ്പല്ലേ അല്ലേ? വെള്ളത്തിന്റെ കാര്യത്തിൽ വിചാരണ ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ജനിച്ച അന്ന് ഉമ്മയുടെ കയ്യിൽ നിന്ന് തുണിയിലൊപ്പി വായിലേക്ക് ഒറ്റിച്ചു തന്ന ആദ്യത്തെ തുള്ളി മുതൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചുറ്റും കൂടി നിൽക്കുന്ന കുടുംബങ്ങളോട് ആംഗ്യം കാണിച്ച് വാങ്ങിക്കുടിച്ച അവസാനം തൊണ്ടയിൽ കുടുങ്ങിക്കിടന്ന തുള്ളി വരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതെല്ലാം നീ ഉപയോഗിച്ച വെള്ളമാണ്, തിരിച്ചെന്താണ് നീ നൽകിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം, വളരെ സൂക്ഷ്മത പാലിക്കണം. നമ്മുടെ നാട്ടിലെല്ലാം ചില സ്റ്റിക്കറുകൾ വാങ്ങിക്കാൻ കിട്ടും. സ്ത്രീകൾ പാത്രം കഴുകുന്ന ടാപ്പിന് മുന്നിൽ വെള്ളത്തിന് നീ കണക്ക് പറയണം എന്ന് എഴുതിയ ചില വചനങ്ങൾ ഇങ്ങനെ ഒട്ടിക്കും. പേടിയാകും അത് കാണുമ്പോ. കുളിക്കുമ്പോ എന്തൊക്കെ സൗകര്യമാണ് നോക്കിയങ്ങള്. 3ഉം 4ഉം ഭാഗത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചിട്ടാണ് അത്രേ ചിലത് കുളിക്കുന്നത്. പണ്ടൊക്കെ ഒരു ഷവറായിരുന്നു, ഇത് 4 ഭാഗത്തും ഷവറാ, ഒരു റെയിനിന്റെ ഒരു ഫീല് കിട്ടാൻ. കേട്ടു നോക്ക് കൂട്ടരെ, മനുഷ്യരെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. അവസാനം ഇപ്പൊ പള്ളിയിൽ വരെ വന്നിട്ട് കൈ കഴുകാൻ ഒരു പൈപ്പ് അവസാനം മോളിൽ നിന്ന് തിരിക്കുമ്പോ കാലിലേക്ക് വെള്ളം വരും. ആ അവസ്ഥയിലേക്ക് പള്ളികൾ വരെ എത്തപ്പെട്ടു. ഇതൊന്നും പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതില്ല, ഇതൊന്നും ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഒരു കപ്പ് വെള്ളം കൊണ്ട്
ഒരു കയ്യില് വെള്ളം കോരിയെടുത്ത രണ്ട് കാലും ഒരു കപ്പിൽ തീർക്കേണ്ടതിന് പകരം നമ്മൾ കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സൂക്ഷിക്കണം. വെള്ളത്തിന്റെ കാര്യത്തിൽ അമിതമായ ശ്രദ്ധ പുലർത്തണം. നമ്മൾ അക്കൗണ്ടബിൾ ആണ്. നമ്പർ 2, അള്ളാഹു തന്ന നമ്മുടെ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അവസ്ഥകളിൽ ആദ്യം കണക്ക് പറയേണ്ടത് കുടുംബ സംവിധാനത്തെ കുറിച്ചാണ്. കാരണം അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യൻ ഇറക്കി കൊടുത്ത ആദ്യത്തെ അനുഗ്രഹീത വ്യവസ്ഥയാണ് കുടുംബ വ്യവസ്ഥ. ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വിട്ടപ്പോ ആദവും ഹവ്വയും ഒരുമിച്ചാണ് വരുന്നത്. അത് രണ്ട് വ്യക്തികളുടെ വരവല്ല, കുടുംബം എന്ന വ്യവസ്ഥയാണ് ഇറങ്ങി വന്നത്. അതെ, കുടുംബം എങ്ങനെ നോക്കി എന്ന് കണക്ക് പറയണം. ഉമ്മയോടുള്ള സമീപനം, മക്കളോടുള്ള ഇങ്ങനെ തുടങ്ങി എന്റെ കുടുംബത്തെ കുറിച്ച് അള്ളാന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കണം. വെറുതെ ഒന്നും വിടൂല. ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. 3, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആരാധനാക്രമങ്ങളിൽ ആദ്യമായി റബ്ബ് വിചാരണക്കെടുക്കുന്നത് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണം. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാറില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണക്ക് പറയട എന്നാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും റബ്ബ് ചെയ്യുകയില്ല. അല്ലേ? മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വഖത്ത് വരെ നമസ്കരിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലേ? ഞാൻ മരിച്ചത് 4 മണിക്കാണെങ്കിൽ തൊട്ടു മുമ്പുള്ള ലുഹുർ വരെ നമസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം തരണം. വൈകിക്കരുത്, കൃത്യസമയത്ത് അത് ചെയ്യണം. അക്കൗണ്ടബിൾ ആണ് നമ്മുടെ നമസ്കാരത്തെ. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ ഒരു കാര്യം പറയാനുള്ളത്, ഹിസാബിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട 2 സാധനം. ഒന്ന്, ഇഹ്ബാത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വേസ്റ്റിംഗ് ഓഫ് ഗുഡ് ഡീഡ്സ്. ഒരുപാട് നന്മ ചെയ്തു വെച്ചിട്ടുണ്ടാകും, പക്ഷേ നോക്കുമ്പോ കണക്ക് പറയാൻ തോന്നുന്നില്ല, എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇഹ്ബാത്ത് എന്നാ പറയാ, മായ്ച്ചു കളയപ്പെട്ടിരിക്കുന്നു. നന്മകൾ കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെന്നപ്പോ ഒന്നും കാണാനില്ല. കുറെ നിസ്കരിച്ചിട്ടുണ്ട്, കുറെ സദക്ക കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും കാണാനില്ല. എന്താ കാണാത്തത്? ഓരോ കർമ്മവും സ്വീകരിക്കപ്പെടുന്നത് മനുഷ്യന്റെ ഇന്റൻഷൻ അനുസരിച്ച. ഇന്റൻഷൻ മോശമായിരുന്നു അല്ലേ? എല്ലാം പോയി. ചില ആൾക്കാരുണ്ട്, ഒരു നന്മ ചെയ്താൽ പിന്നീട് അത് പത്രത്തിൽ കൊടുത്ത പോലെ മനുഷ്യര് മുഴുവൻ അറിയും. ഇപ്പൊ പിന്നെ മനുഷ്യര് പിന്നെ അങ്ങനെയാണ്. ഒരു പാവപ്പെട്ടവന് ഒരു പഴം കൊടുക്കുമ്പോ, ഒരു പഴം വിശന്ന് കൊടുക്കുമ്പോ ആ പഴത്തിന്റെ ഒരറ്റത്ത് 3 ആള് കൈ പിടിച്ചിട്ടുണ്ടാവും. അപമാനിക്കരുത് മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കരുത്. ദാരിദ്ര്യമുള്ള മനുഷ്യനെ ഇത്ര അവന്റെ മാനം കെടുത്തി കളയരുത്. ഏതൊരു മനുഷ്യനാണ് മറ്റു മനുഷ്യർക്ക് മുമ്പിൽ മാനം കെടാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ അത് പോവുക. വേറെന്താ ഉദ്ദേശത്തോടു കൂടെ? ഇഹ്ബാത്ത് നടക്കരുത്, നന്മ ചെയ്തതെല്ലാം ഉണ്ടാവരുത്. അടുത്തതാണ് തക്ഫീർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എക്സ്പിറേഷൻ ഓഫ് സിൻസ്. ചെയ്തു വെച്ച തിന്മകളെല്ലാം എക്സ്പയർ ആയി പോകും, കാണൂല. അവിടെ ചെല്ലുമ്പോ അത് കാണൂല. അത് ചില നന്മകൾ വെച്ച, എന്റെ സഹോദരനോട് ഒരുപാട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവന്റെ വീട്ടിൽ പോയിട്ട് എന്താടാ നമ്മൾ തമ്മിൽ പ്രയാസം എന്ന് ചോദിക്കുന്നതോടുകൂടെ എക്സ്പിറേഷൻ ഓഫ് സിൻസ്, എല്ലാ പാപവും ഒലിച്ചു പോകും. അപ്പൊ ഇഹ്ബാത്തും സൂക്ഷിക്കണം, തക്ഫീറും സൂക്ഷിക്കണം. വേസ്റ്റിംഗ് ഓഫ് ഗുഡ് ഡീഡ്സ് ആൻഡ് എക്സ്പിറേഷൻ ഓഫ് സിൻസ്. ചെറിയ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ അത് വലിയ വലിയ പാപങ്ങളൊക്കെ അള്ളാഹു അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും. ഇത്തരം നന്മകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. ഈ കൊറോണ വന്നതിന് ശേഷം മനുഷ്യരകപ്പെട്ടിരിക്കുന്ന ലേസിനെസ്, അലസതയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി വരാനിരിക്കുന്ന ജീവിതം ഊർജ്ജസ്വലമായി നേരിടാൻ, ആസ്വദിക്കുവാൻ അള്ളാഹു നമുക്ക് വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ